ചെറുകഥ ഉച്ചക്കഞ്ഞി. രചന ദിവാകരൻ പി കെ പൊന്മേരി. ശബ്ദം നൽകിയത് അനീഷ് പുലിയൂർ. ഉച്ചക്കഞ്ഞി. പിയൂൺ ദാമോദരൻ ബെൽ നീട്ടിയടിച്ചു. ഒടുവിൽ 2 പ്രാവശ്യമായി കുറുക്കിയടിച്ചു. അവസാനം ഒന്നുകൂടി ആഞ്ഞടിച്ചു. കുട്ടികളെല്ലാവരും നിശബ്ദരായി എഴുന്നേറ്റു നിന്നു. പ്രാർത്ഥനാഗാനത്തിന് ശേഷം കുട്ടികൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. ദാമോദരേട്ട എന്ന് വിളിച്ചുകൊണ്ട് ഒരു പറ്റം കുട്ടികൾ ദാമോദരൻ്റെ ചുറ്റും കൂടി. ദാമോദരനെ കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടമാണ്. ഹെഡ് മാസ്റ്റർ മാരാർ മാസ്റ്റർ എന്നെല്ലാവരും വിളിക്കുന്ന വേലായുധൻ മാസ്റ്റർ ദാമോദരനെ ഒന്ന് തുറിച്ചു നോക്കി. കുട്ടികൾ തലങ്ങും വിലങ്ങും ഓടി അവരവരുടെ സീറ്റുകളിലേക്ക് മടങ്ങി. ദാമോദരൻ സുമുഖൻ, സുന്ദരൻ, അവിവാഹിതൻ. സരസനെങ്കിലും ഒരാൾക്ക് മാത്രം വെറുപ്പാണ്, ഉച്ചക്കഞ്ഞി വയ്ക്കുന്ന ചന്ദ്രിക്ക്. എപ്പോൾ തമ്മിൽ കണ്ടുമുട്ടിയാലും കീരിയും പാമ്പും പോലെയാണ് രണ്ടുപേരും. ഇവരുടെ വഴക്കിൽ മധ്യസ്ഥം പറഞ്ഞ എല്ലാവർക്കും മടുത്തു. ചന്ദ്രിക കാണാൻ തരക്കേടില്ല, പാവപ്പെട്ടവൾ, കല്യാണപ്രായം കഴിഞ്ഞവൾ, എന്നും വീട്ടിൽ പ്രാരാബ്ദം. അവളുടെ അച്ഛൻ മുഴുക്കുടിയനായതുകൊണ്ട് തന്നെ ചന്ദ്രികയ്ക്ക് വരുന്ന കല്യാണാലോചനകളെല്ലാം മുടങ്ങും. എന്നും കുടിക്കാനുള്ള കാശിനായി സ്കൂളിൽ വരുന്നത് പതിവാണ്. ചന്ദ്രികയുടെ കണ്ണുനീര് കണ്ട് സഹപ്രവർത്തകരും കുട്ടികളും ചന്ദ്രികയെ സമാധാനിപ്പിക്കും. ദാമോദരൻ കാശു കൊടുത്ത് അനുനയിപ്പിച്ച് വിടും. കുട്ടികൾക്ക് ദാമോദരനെ ഇഷ്ടപ്പെടാൻ കാരണമുണ്ട്. ദാമോദരന് അധ്യാപകനാകാനുള്ള വിദ്യാഭ്യാസവും യോഗ്യതയും ഉണ്ടായിട്ട് പോലും അതിന് കഴിഞ്ഞില്ല. എങ്കിലും അറിവിൻ്റെ ഭണ്ഡാരമാണെന്ന് കുട്ടികൾക്കറിയാം. മാത്രമല്ല, കുട്ടികളോടുള്ള പെരുമാറ്റം അവിടെയുള്ള ഒരു അധ്യാപകരിലും അവർ കണ്ടില്ല. രസകരമായ സംസാരവും പെരുമാറ്റവും കൂടുതൽ കുട്ടികളെ ദാമോദരനിലേക്ക് അടുപ്പിച്ചു. മറ്റു ടീച്ചർമാർക്ക് ദാമോദരനെ കൊണ്ട് ചില കാര്യങ്ങൾ നേടാനുണ്ട്. പരീക്ഷാ പേപ്പർ നോക്കണം, പിന്നെ പുറത്തു പോകുമ്പോൾ അവരവരുടെ വീട്ടിലേക്കുള്ള ചില്ലറ സാധനങ്ങൾ വാങ്ങിപ്പിക്കണം. ഇതെല്ലാം ഒരു മടിയുമില്ലാതെ ദാമോദരൻ ചെയ്തു കൊടുക്കാറുമുണ്ട്. എന്നത്തെയും പോലെ തന്നെ ബീരാൻ മാസ്റ്റർ കാലൻ കുടയുമായി തിടുക്കത്തിൽ വന്ന് ഓഫീസിലെത്തി ഒപ്പിടാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്നും മാരാർ മാസ്റ്റർ നീട്ടിയ വിളി, മാഷേ, ഒന്നുകിൽ നിങ്ങൾ വാഴകൃഷി ചെയ്യണം, അല്ലെങ്കിൽ പറഞ്ഞു മുഴുമിക്കും മുമ്പേ, അത് മാഷേ, ഇന്ന് നല്ല പുകയില വന്നെന്ന് കുമാരൻ പറഞ്ഞു, അത് വാങ്ങി വരാമെന്ന് കരുതി. അപ്പോഴേക്കും ബസ് പോയി. പിന്നെ എത്ര നേരമായി കാത്തു നിന്നിട്ടാ ബസ് കിട്ടിയത്. മാരാർ മാഷ്ക്ക് എന്നും രാവിലെ മുറുക്കുണ്ട്. അത് മനസ്സിലാക്കി ബീരാൻ മാസ്റ്റർ കാര്യസാധ്യതനായി വീക്ക്നെസ് നോക്കി എന്തെങ്കിലും പറഞ്ഞൊപ്പിച്ച് തടിതപ്പും. വെറ്റിലയും അടക്കയും പുകയിലയും ചുണ്ണാമ്പും എപ്പോഴും മടിക്കുത്തിൽ കരുതി വയ്ക്കും. ആവശ്യം വരുമ്പോൾ ഉടൻ പുറത്തെടുക്കും. മാരാർ മാഷ് അതിൽ വീഴും. പതിവ് പോലെ പ്രാർത്ഥന കഴിഞ്ഞാൽ ചൂരലുമായി റോന്ത് ചുറ്റൽ മാരാർ മാഷ്ക്ക് പതിവുള്ളതാണ്. അപ്പോഴാണ് 5B കുട്ടികളുടെ ബഹളം കേട്ടത്. ദാമോദര, വിലാസിനി ടീച്ചറെ വിളിക്കൂ. കേട്ട പാതി ദാമോദരൻ സ്റ്റാഫ് റൂമിലേക്ക് ഓടി. വിലാസിനി ടീച്ചർ മൊബൈൽ നോക്കി ചിരിക്കുന്നു. ഏത് സമയവും ടീച്ചർക്ക് ഇതാണ് പരിപാടി. ടീച്ചറിനെ മാഷ് വിളിക്കുന്നു. മാരാർ മാഷ് AE ഓഫീസിൽ പോയില്ലേ? ഞാൻ ദാ വരുന്നു. ടീച്ചർ ഒന്നുകൂടി മൊബൈലിൽ നോക്കി ചിരിച്ചു കൊണ്ടിരുന്നു. മനസ്സില്ലാ മനസ്സോടെ മൊബൈൽ ബാഗിൽ തിരികെ വെച്ച് മാഷെ കാണാൻ ഓഫീസിലേക്ക് നടന്നു. എന്താ ടീച്ചറെ, 5B ക്ലാസ് ടീച്ചർ ആരാ? ടീച്ചറെ, കുട്ടികൾ ബഹളം വയ്ക്കുന്നല്ലോ. എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? അത് മാഷെ, ഇന്നലെ തീരെ ഉറങ്ങിയില്ല. പിന്നെ ഭർത്താവ് ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നിരുന്നു. കുണുങ്ങി ശൃംഗാരഭാവം പുറത്തെടുക്കുമ്പോഴേ മാരാർ മാഷ്ക്ക് സോപ്പ് പതപ്പിക്കാനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലായി. ഒന്ന് വേഗം ചെല്ലൂ ടീച്ചറെ. ഒന്നും ഏശില്ല എന്ന് മനസ്സിലാക്കി വിലാസിനി ടീച്ചർ ക്ലാസ്സിലേക്ക് പോയി. ജാനകി ടീച്ചർ കുമാരനാശാന്റെ കവിതകൾ ഈണത്തിൽ ചൊല്ലി കുട്ടികൾക്ക് അതിൻ്റെ സാരാംശം വിശദീകരിക്കുന്നു. കുട്ടികൾ കാതുകൂർപ്പിച്ച് നിശബ്ദരായി കേട്ടുകൊണ്ടിരിക്കുന്നു. ജാനകി ടീച്ചർക്ക് കൊച്ചുകുട്ടികളാണെന്ന വേർതിരിവൊന്നുമില്ല. മലയാളം കവിതകളെക്കുറിച്ച് അഗാധമായ പഠനം നടത്തിക്കൊണ്ടാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. കുട്ടികൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഭാവിച്ച് തലകുലുക്കും. ചന്ദ്രമോഹൻ മാഷ് പതിവ് പോലെ സംസ്കൃതത്തിലെ 2-3 വാക്കുകളുടെ അർത്ഥം പറഞ്ഞ് സീറ്റിൽ ഉറക്കം തൂങ്ങുന്നു. ഭാനുമതി ടീച്ചർ കണക്കിലാണ് ഭൂമിയുടെ അച്ചുതണ്ട് കറങ്ങുന്നതെന്ന മട്ടിലാണ് എന്നും ക്ലാസ് എടുക്കുന്നത്. മുമ്പിലെ 2-3 കുട്ടികൾക്ക് ട്യൂഷൻ പോലെ ക്ലാസ് എടുക്കുന്നു. വീട്ടിലെ ട്യൂഷനും കഴിഞ്ഞ് വരുന്ന പഠിപ്പിസ്റ്റായ കുട്ടികൾ ഇതെന്ത്, അല്പം കൂടി കട്ടിയുള്ളത് എന്തെങ്കിലും താ ടീച്ചറെ എന്ന മട്ടിൽ അലസമായിരിക്കുന്നു. പിൻസീറ്റിലെ കുട്ടികൾ ലോകകാര്യങ്ങൾ ഗഹനമായി ചർച്ച ചെയ്യുന്നു. ദാമോദരന്റെ ഇന്റർവെൽ ബെൽ കേട്ടതും
കുട്ടികൾ തലങ്ങും വിലങ്ങും ഓടി ബഹളം വയ്ക്കാൻ തുടങ്ങി. സ്റ്റാഫ് റൂമിൽ അധ്യാപകരുടെ ചർച്ച പൊടി പിടിക്കുന്നു. ശാന്തമ്മ നുണകളുടെ കെട്ടഴിച്ചു. ചന്ദ്രമതിയുടെ സീരിയൽ ചർച്ച, വിശ്വംഭരൻ മാഷിൻ്റെ ഇന്നത്തെ ഭരണവ്യവസ്ഥതയെക്കുറിച്ച് സുദീർഘമായ പ്രസംഗം അങ്ങനെ പതിവ് പോലെ തുടരുന്നു. മാരാർ മാഷ് ദാമോദരനെ തിരക്കി ഉച്ചത്തിൽ വിളിക്കുന്നു. എവിടെയും കാണുന്നില്ല. എല്ലാവരും തിരക്കി നടക്കുന്നു. ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. ഉച്ചയോടടുത്തപ്പോൾ ദാമോദരനും ചന്ദ്രികയും കൂടി കടന്നു വന്നു. ഇരുവരുടെയും കഴുത്തിൽ തുളസിമാല ഉണ്ടായിരുന്നു. സഹപ്രവർത്തകരും കുട്ടികളും നിശബ്ദരായി നോക്കി നിന്നു. ഒടുവിൽ ദാമോദരൻ മൗനം ഭേദിച്ചു. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. അല്ല, എന്തായി കാണുന്നത്? കീരിയും പാമ്പും ഒന്നിച്ചോ? ചന്ദ്രമതി ടീച്ചർ മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു. എന്തായാലും കൊള്ളാം ദാമോദര, ചന്ദ്രികയ്ക്ക് ഒരു ജീവിതം കൊടുക്കാൻ നിനക്ക് മനസ്സ് വന്നല്ലോ, അത് നല്ലത്. ബീരാൻ മാഷ് തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി. അതൊക്കെ ശരി. എന്തായാലും കുട്ടികളുടെ ഉച്ചക്കഞ്ഞിയിൽ നിന്ന് നിങ്ങൾ മുടക്കിയല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾ ചിലവ് ചെയ്യണം. ചന്ദ്രമോഹൻ മാഷിന്റെ അഭിപ്രായത്തോട് എല്ലാവരും കൈയടിച്ചു പാസാക്കി. മാരാർ മാഷ് സ്വതസിദ്ധമായ ഗൗരവത്തിൽ ഇങ്ങനെ പറഞ്ഞു. അതൊന്നും വേണ്ട, ചന്ദ്രിക ഉച്ചഭക്ഷണം തയ്യാറാക്കിയിട്ടാണ് പോയത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇവിടെ ആഘോഷിക്കാം. കഞ്ഞിയെങ്കിൽ കഞ്ഞി. ചന്ദ്രമോഹൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളി. മാരാർ മാഷ് വധൂവരന്മാർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. ബീരാൻ മാഷ് ദീർഘമായ ആശംസാ പ്രസംഗം നടത്തി ഓരോരുത്തരും സന്തോഷപൂർവ്വം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. വളരെ ആഘോഷപൂർവ്വം കഞ്ഞി വിളമ്പാൻ കുട്ടികൾ മുൻകൈയെടുത്തു. ശേഷം 4 മണിയുടെ നീട്ടിയ ബെല്ലടിക്കാൻ തുടങ്ങിയ ദാമോദരനോട് മാരാർ മാഷ് ഇരുമ്പ് ദണ്ട് വാങ്ങി നീട്ടിയടിച്ചു.